ദൈവമേ, ഇനി ഇതെല്ലാം തിരിച്ച് പെട്ടിയിലെടുത്ത് വെച്ച് ഞാൻ തന്നെ പാക്ക് ചെയ്യണമല്ലോ. ഇതാണ് ഫസ്റ്റ് ഫ്ലോക്ക്. വീഡിയോ എടുത്ത് വരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് കഷ്ടപ്പാട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, പക്ഷെ അതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ബാഗ്. ഈ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞ് ബാഗാണ് ബേബിക്കെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് എൻ്റേതാണ്, ഇതെൻ്റെ പെട്ടി. ഈ വലിയ പെട്ടിയാണ് ബേബിയുടെ സാധനങ്ങൾ. ഓക്കെ, പിന്നെ ഇതും ബേബിയുടെയാണ്. ഇതിൻ്റെ ഐറ്റംസ് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഇനിയിപ്പോൾ ഡെലിവറിക്ക് ജസ്റ്റ് ഒരു 10 days കൂടെ എന്തോ ബാക്കിയുള്ളൂ. നമ്മൾ സാധനങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മമ്മിയും കെട്ടിയവരും കൂടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ മാത്രം എടുത്താൽ മതി എനിക്ക്. പിന്നെ നമ്മളിവിടെ ആസ്റ്ററിലാണ്, ആസ്റ്റർ കിസീസിലുള്ള ദുബായിൽ. അപ്പോൾ അവർ നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത്. അതുകൊണ്ട് കൂടുതൽ ടെൻഷനില്ല. മദറിനും ബേബിക്കും വേണ്ട ഐറ്റംസ് ലിസ്റ്റായിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് വെച്ചാൽ മതി. ഇത് ഓൾറെഡി 2 റൗണ്ട് പാക്കിങ് കഴിഞ്ഞതാണ്. ആദ്യം എൻ്റെ മമ്മി ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചു, പിന്നെ അച്ചാച്ചൻ വന്നിട്ട് എല്ലാം ഡബിൾ ചെക്ക് ചെയ്തു. ഇനിയിപ്പം ഞാൻ 3ാമത് ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് നോക്കി വീഡിയോ കൂടി എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുറക്കാം. ഇവിടെ എൻ്റെ ഡ്രസ്സുകൾ. ഓക്കെ, അത് നോക്കി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ലിസ്റ്റിൽ അവർ ആദ്യം പറഞ്ഞിരിക്കുന്ന ഐറ്റം ഓൾ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ആസ് മെൻഷൻഡ് ഇൻസൈഡ്. അതായത് നമ്മുടെ എല്ലാ സ്കാനിങ് റിപ്പോർട്ട്, ബ്ലഡ് റിപ്പോർട്ട്, ഇതുവരെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്ന എല്ലാ റിപ്പോർട്ട്സും മസ്റ്റായിട്ട് വേണം, മറക്കാതെ. അപ്പോൾ അതെല്ലാമാണിത്. ഇതെൻ്റെ സ്വന്തം ഐറസിൻ്റെ ഫയലാണ്. ഐറസിലാണ് ഞാൻ എൻ്റെ സ്കാനിങ് എല്ലാം ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാ റിപ്പോർട്ട്സും പിന്നെ നമ്മുടെ ബേബിയുടെ ഇമേജും എല്ലാം ഉണ്ട്. പിന്നെ 3 സ്കാനിങ്ങിൻ്റെ CD കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളൊരു ഫയലിലാക്കി മറക്കാതെ തന്നെ എടുത്ത് വെക്കണം. ഓക്കെ, ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ബാഗ് ഫോർ ക്യാരിങ് ഡേർട്ടി ലോണ്ട്രി. അപ്പോൾ കുറച്ച് ഡിസ്പോസിബിൾ കവറൊക്കെ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കവറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സോക്സ് ആൻഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ്, സോക്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതെടുത്തു. പിന്നെ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് അതും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സ്ലിപ്പർ. പിന്നെ നഴ്സിംഗ് ബ്രാ ആൻഡ് ബ്രസ്റ്റ് പാഡ്സ്, അത് അവരതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ബ്രസ്റ്റ് പാഡ്സ് ഇതൊരു ബേബി പ്ലസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, നെസ്റ്റോ എന്നാണ് വാങ്ങിയത്. പിന്നെ നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സും കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കിയ സാധനങ്ങളാണ്, പുതിയത് വാങ്ങിച്ചിട്ട്. അത് നാട്ടിൽ നിന്നെല്ലാം നമ്മൾ മമ്മി തന്നെ കൊണ്ടുവന്നതാണ്. പിന്നെ പാഡ് അവർ പറയുന്നുണ്ട്. ഇത് 9 മാസം മുൻപ് യൂസ് ചെയ്ത പാഡിൻ്റെ ബാലൻസ് വന്ന പാഡാണ്, പുതിയതായിട്ടൊന്നും വാങ്ങിക്കാൻ വേണ്ടിയില്ല. പിന്നെ അവർ പറയുന്നത് ടോയ്ലറ്ററീസാണ്. നമ്മുടെ സോപ്പ്, ബ്രഷ്, പേസ്റ്റ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, വെള്ളം കുടിക്കാൻ, മറ്റേ സിപ്പ് ബോട്ടിൽ കുടിക്കാം. കിടന്നുകൊണ്ടായാലും കുടിക്കാമല്ലോ ഈ വെള്ളം. ഇനിയുള്ളത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. ഷർട്ട് വിത്ത് ബട്ടൺസ് ഇൻ ദ ഫ്രണ്ട് ഓപ്പണിനെ പറ്റിയാണ് പറയുന്നത്. അത് നമുക്കുണ്ട്. അത് നാട്ടിൽ നിന്ന് മമ്മി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാം ഐറ്റംസും നാട്ടിൽ നിന്ന് മമ്മി തന്നെ കൊണ്ടുവന്നതാണ്. ബേബിയുടെ ഐറ്റംസ് എല്ലാം നമ്മളിവിടെ നെക്സ്റ്റ് ഒന്ന് വാങ്ങി.
ഇതാണ് എൻ്റെ ഫ്രണ്ട് ഓപ്പൺ. എല്ലാം മടക്കി വെച്ചേക്കാണ്, ഞാൻ നോത്ത് വാങ്ങിയിട്ടിട്ട് പിന്നെ. ഓക്കെ, അപ്പോൾ അത് 2 എണ്ണം ഉണ്ട്. പിന്നെ കുറച്ച് കൊച്ചു കൊച്ചു ടവൽസ്, അല്ല മറ്റേ നമ്മൾ കുളിക്കാനുള്ള ടർക്കി 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അണ്ടർസ്കേർട്ടാണെന്ന് തോന്നുന്നു. അണ്ടർസ്കേർട്ട്, തോർത്ത്, ഇനിയിപ്പോൾ തോർത്ത് വേണമെങ്കിൽ തോർത്ത്, പിന്നെ ബെഡ്ഷീറ്റ്, പിന്നെ എന്തൊക്കെയാണ്, പിന്നെ കുറച്ച് ഡ്രസ്സുകൾ, നൈറ്റ് ഡ്രസ്സ്, നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാൻ ഡ്രസ്സ് വേണമല്ലോ, ആ ഡ്രസ്സ്. അല്ലാതെ പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ഇടാനുള്ള ഡ്രസ്സ്, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഷർട്ട്, എല്ലാം വൈറ്റ് കളറാണ് കൂടുതലും ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്, രണ്ടും വൈറ്റ്. പിന്നെ നൈറ്റ് ഡ്രസ്സ്. അപ്പോൾ ഇത്രയും എൻ്റെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയുള്ളൂ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലിപ് ബാം, ഹെയർ ടൈ, കോംബ്, ചാർജർ എക്സെട്ര, നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് അതെല്ലാം ഞാൻ എൻ്റെ ഈ ബാഗിലാണ് ആക്കിയിരിക്കുന്നത്. ചീപ്പ്, പിന്നെ ഒരു സ്പ്രേ പെർഫ്യൂം, ക്ലിപ്പ്, ഇങ്ങനെ കുത്തി വെക്കാലോ. പിന്നെ എൻ്റെ ഫൗണ്ടേഷൻ, റോസ് പൗഡർ, ലിപ്സ്റ്റിക്ക്, കൺമഷി, ഐലൈനർ, ഇതെല്ലാം നമ്മൾ ഇതിലാക്കിയിട്ടുണ്ട്. പിന്നെ ചാർജർ, ഫോണ്, പിന്നെ ബാക്കിൽ പേഴ്സ്, അതിലാണ് നമ്മുടെ കാർഡ്, എമിറേറ്റ്സ് ID കാർഡ്, കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഞാനൊരു LED ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഫുൾ ടൈം ലൈറ്റ്, ഇപ്പം നൈറ്റ് നമുക്ക് ലൈറ്റ് ഓഫാക്കി കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓണാക്കിയാൽ മതിയല്ലോ. അപ്പം അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കണ്ണാടി. ഓക്കെ, അപ്പം ഇത്രയാണ് എൻ്റെ പെട്ടിക്കകത്തുള്ള എൻ്റെ ഐറ്റംസ്. ഇനി നമുക്ക് ബേബിയുടെ പെട്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഫുൾ ബേബിയുടെ ഐറ്റംസ് ആണ് ഈ ബാഗിൽ. ഇത് അന്ന് ഡെലിവറി നടക്കുന്ന ദിവസം നേഴ്സിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാഗാണ്. ഇതിൽ ഫുൾ വൈറ്റ് കളർ ഡ്രസ്സാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡേ തന്നെ മറ്റേ ക്യാപ്പും കയ്യിലിടുന്നതും കാലിലിടുന്നതും സാധനമുണ്ട് അത്. പിന്നെ ഒരു വൈറ്റ് കളർ ടർക്കി, മറ്റേ റിസീവിങ് ടർക്കി. പിന്നെ ഡ്രസ്സ്, ഒരു വൈറ്റ് കളർ കുഞ്ഞ് റോംബർ നമ്മളൊന്ന് വാങ്ങിച്ചു. പിന്നെ ഈ ടൈപ്പ് ഡ്രസ്സും ഉണ്ട്, ഈ ടൈപ്പ് ഡ്രസ്സ്. അതിൻ്റെ തന്നെ ബനിയൻ ടൈപ്പ് കുഞ്ഞുടുപ്പ്, അത് കുറേ ഉണ്ട്. പിന്നെ കുഞ്ഞ് വൈറ്റ് തോർത്ത്, പിന്നെ കുറച്ച് വെള്ള തുണി, പുതിയ തുണികളാണ്, അത് വാങ്ങിച്ച് കഴുകി മടക്കി തേച്ച് വെച്ചേക്കാണ് അത്. പിന്നെ വെറ്റ് വൈപ്സ്, അതും അർജൻറ്റാണ്, അത് നമ്മുടെ ലിസ്റ്റിൽ പറയുന്നുണ്ട് വെറ്റ് വൈപ്സ് വേണമെന്ന്. ഡയപ്പേഴ്സ് ആൻഡ് വെറ്റ് വൈപ്സ്, പക്ഷേ ഡയപ്പേഴ്സ് നമ്മളിതുവരെ വാങ്ങിച്ചിട്ടില്ല, അതിന് വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ ഈ ബാഗിൽ അത്ര ഐറ്റംസേ ഉള്ളൂ. ബാക്കി പിന്നെ കുറേ ഡ്രസ്സ് കാര്യങ്ങൾ, ടർക്കി, സ്വാഡിൽ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതെല്ലാമാണ് ആ വലിയ പിങ്ക് പെട്ടിക്കകത്തുള്ളത്. ഇനി അടുത്തത് ബേബിയുടെ 2ാമത്തെ പെട്ടിയാണ്, അത് നമുക്ക് നോക്കാം. അതിൽ ഫുള്ള് നമ്മൾ പിങ്ക് ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. പിങ്ക് ഐറ്റംസ്, ഇത് മറ്റേ ബേബി സ്വാഡിൽ, പിന്നെ അതിലും ഒരു വെറ്റ് വൈപ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 കൊച്ചിന് ടർക്കി, ചെറിയ മുഖം തുടയ്ക്കാനുള്ള ടർക്കികൾ, പിങ്ക് കളർ തൊപ്പി. പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഷൂസ്. പിന്നെ കുറേ ഇത് കയ്യിലും കാലിലും ഇടുന്ന കുറേ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം അത് തന്നെ പല കളറ് പല ഡിസൈൻസിലങ്ങ് വാങ്ങിച്ചു. പിന്നെ ഒരു പിങ്ക് കളറ് ടക്കി,
പൗഡർ ഇട്ട് കൊടുക്കാനുള്ള സാധനം. പിന്നെ ഡ്രസ്സ്, ഇത് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് കയറുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണത്. പിന്നെ കുറേ കുഞ്ഞുടുപ്പുകളുണ്ട്. തൊപ്പി. ഇത് ഡയപ്പർ, ഡിസ്പോസിബിൾ ഡയപ്പർ അല്ല, റീയൂസബിൾ ഡയപ്പർ. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ വരില്ല. പക്ഷെ നമ്മൾ എല്ലാം വാങ്ങിച്ചു. ഇതാണ് അവളുടെ ഫസ്റ്റ് ഫ്രോക്ക്. ഇങ്ങനെയുണ്ട് കുഞ്ഞുടുപ്പ്. ഇതാണ് നമ്മൾ ബേബിക്ക് വാങ്ങിച്ച ബേബി ബെഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എത്രത്തോളം സക്സസ് ആയെന്നോ ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്കറിയാം വീഡിയോ കുറച്ചുകൂടെയൊക്കെ നന്നാക്കാമായിരുന്നു. ഒരുപാട് കണ്ടൻറ്റ് കിട്ടുന്ന ഒരു ടൈമാണ് ഈ പ്രഗ്നൻസി പീരീഡ്. പക്ഷെ ഞാനത് യൂസ് ആക്കിയിട്ടേ ഇല്ല. ഒരു വീഡിയോ പോലും ഇതുവരെ ഇട്ടിട്ടില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്തോ ഒരു മടി. ഇപ്പോഴും ഞാൻ എടുത്ത വീഡിയോസിലെല്ലാം ഒരു കോൺഫിഡൻസ് കുറവായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.